കുറച്ച് നാൾ ചെന്നൈയിലൊക്കെ നിന്ന് അവിടുത്തെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പഠിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെന്നൈ മിസ് ചെയ്യും. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നാൽ ഒരുപാട് മിസ് ചെയ്യുമെന്ന് വെച്ചാൽ അതും ഇല്ല. കാരണം നമ്മളെപ്പോഴും നമുക്ക് വീട് തന്നെ ആയിരിക്കും കംഫർട്ട് പ്ലേസ്. സോ അതുകൊണ്ട് തന്നെ ഞാനും ഒരു 3 മന്ത്സിന് ശേഷം ചെന്നൈയിലേക്ക് തിരിച്ചു പോവാണ്. ഓൾറെഡി ഞങ്ങളുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ജൂലൈയിൽ ഇപ്പോൾ എക്സാം ആണ്. അപ്പോൾ ഒരു 10 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിൽ പോവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഒരു പപ്സും ചായയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം നമുക്ക് ട്രെയിനിലെ ഫുഡ് അത്രയ്ക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ ചായ ഇല്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല. സോ അതുകൊണ്ട് ചായയൊക്കെ ചെറിയൊരു ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി കിടന്നുറങ്ങി. കാരണം ബോറടിക്കുമായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ. സോ പിന്നെ നമ്മൾ 7:45 ആയപ്പോഴത്തേക്ക് ചെന്നൈ സെൻട്രലെത്തി. അവിടെ വന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്തു. പിന്നെ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ ഈ 10 ഡേയ്സ് ഇവിടെ ചെന്നൈയിൽ സർവൈവ് ചെയ്യുന്നു. കാരണം അത്രയ്ക്ക് ചൂടാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും ചൂടാണ്. ഇങ്ങനെ ഒഴുകുമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് തന്നെ ഈ ചൂടത്തും ഞാൻ ചായ കുടിക്കാനുള്ള മനസ്സിനെ നിങ്ങൾ കാണാതെ പോകരുത്. ടീ ബോയിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഫുഡ് സ്പോട്ടൊക്കെ കണ്ടെത്തി അവിടെ വന്നു. അപ്പം തമിഴ്നാട്ടിൽ വന്നാൽ ദോശയും സാമ്പാർ ചമ്മന്തി ഇല്ലാതെ എന്ത് ജീവിതം. സോ അതുകൊണ്ട് നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ട് പോയപ്പോൾ ഭയങ്കര ചൂട്, ഉറങ്ങാൻ പറ്റിയില്ല. ഫോണും തോണ്ടി കളിച്ചുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു. ഇനി വേണം ഒന്ന് പഠിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.